രവി മേനോൻ ഇപ്പോൾ മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രമെടുത്താൽ ആ ചരിത്രത്തിന്റെ തുടക്കം മുതൽ 1960കളുടെ രണ്ടാം പകുതി മുതൽ ഈ 2025 വരെ ജയചന്ദ്രനുണ്ട്. അദ്ദേഹവും യേശുദാസും മലയാളികളെ സംബന്ധിച്ച് രണ്ട് വലിയ ബിംബങ്ങളായിരുന്നു. ആ നിലയ്ക്ക് നമ്മുടെ ചലച്ചിത്ര ഗാന ചരിത്രത്തിൽ എങ്ങനെയാണ് പി ജയചന്ദ്രനെ അടയാളപ്പെടുത്തുക? യേശുദാസ് എന്ന് പറയുന്ന ഒരു വൻ വൃക്ഷം തലയുയർത്തി നിൽക്കുന്ന സമയത്ത് അതേപോലെ അത്രയും തന്നെ ആരാധക സഹസ്രങ്ങളെ നേടിയെടുത്തുകൊണ്ട് സ്വന്തമായ ഒരു ശൈലിയിലൂടെ സഞ്ചരിച്ച ഒരു ഗായകനാണ് ജയചന്ദ്രൻ. ഈ ആറ് പതിറ്റാണ്ട് കാലവും അദ്ദേഹം സമാന്തരമായിട്ട് യേശുദാസിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. കാലം എത്ര മാറി, തലമുറകൾ മാറി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഗാനങ്ങൾ ഇപ്പോഴും ഈ ജനറേഷൻ പോലും ആസ്വദിക്കുന്ന തരത്തിൽ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇപ്പോൾ ഏത് തരത്തിലുള്ള അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളോടും ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഒരു പ്രണയഗാനമാണെങ്കിൽ നിൻമണി അറിയില്ല എന്ന പാട്ട്, ഒരു പ്രണയ യുഗ്മഗാനമാണെങ്കിൽ യമുനെ എന്ന പാട്ട്, ഒരു അർദ്ധശാസ്ത്രീയ ഗാനമാണെങ്കിൽ രാഗം ശ്രീരാഗം എന്ന പാട്ട്, ഒരു ദാർശനിക ഗാനം ആണെങ്കിൽ കാവ്യപുസ്തകമല്ലോ എന്ന പാട്ട്. ഇപ്പോൾ താരാട്ടുകൾ തന്നെ പല പല താരാട്ടുകൾ, ഇപ്പോൾ ഒരു താരാട്ടിൻ്റെ ഫീലുള്ള പാട്ടുകളാണെങ്കിൽ ഇപ്പോൾ ഭാര്യയെ ഉറക്കുന്ന ഭർത്താവിൻ്റെ പാട്ട് രാജീവ നയനെ എന്ന് പറയുന്ന പാട്ട്, അതുപോലെ ഒരു കോമഡി ആയിട്ടുള്ളൊരു താരാട്ട് പാട്ടാണെങ്കിൽ കൺമണിയെ ഉറങ്ങൂ എന്ന് പറയുന്ന പാട്ട്, ഒരു അമ്മയെക്കുറിച്ചുള്ള പാട്ടാണെങ്കിൽ അമ്മയല്ല അതൊരു ദൈവമുണ്ടോ എന്ന പാട്ട്. അങ്ങനെ സമസ്ത ഭാവങ്ങളോടും ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് ജയേട്ടൻ പാടിയിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ഓർക്കുന്ന സമയത്ത് എനിക്ക് വളരെ വേദന തോന്നുന്ന ഒരു ഓർമ്മ ഇപ്പോൾ എൻ്റെ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അത് അവസാന കാലത്ത് അദ്ദേഹം വിളിച്ച സമയത്ത് ഒരിക്കലും ഞാൻ കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന ഫിലോസോഫിക്കലായിട്ടുള്ള പാട്ടിനെ കുറിച്ച് എഴുതിയിരുന്നു. ഭാസ്കര മാഷ വരികളെ പറ്റി എഴുതിയപ്പോൾ അത് വായിച്ചിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഈ പാട്ട് കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന പാട്ടിലെ ഒരു വരി, ഒരു പോർഷൻ അദ്ദേഹം എനിക്ക് ആവർത്തിച്ച് പാടിത്തന്നു. ഇന്നോ നാളെയോ വിളക്ക് കെടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം. ഒരു ജീവിത തത്വമാണത്. വളരെ മഹത്തായ ഒരു ജീവിത തത്വം. മരണത്തെക്കുറിച്ചുള്ള ആ ജീവിത തത്വം എത്ര ലളിതമായിട്ടാണ് ഭാസ്കര മാഷ ആ വരികളിൽ ഒളിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആവർത്തിച്ച ആ വരികൾ പാടിത്തന്നു. എനിക്കിപ്പോൾ ആ വരികൾ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെയോ ശൂന്യമാം അന്ധകാരം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടി ഒരു അനുഭവം അല്ലേ എന്ന് തോന്നും. കാരണം ആ ശബ്ദമില്ലാത്ത അല്ലെങ്കിൽ ജയേട്ടൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു ഭാവി കാലം ശരിക്കും പറഞ്ഞാൽ ഒരു ശൂന്യമായ അന്ധകാരം തന്നെയല്ലേ എന്ന് തോന്നാറുണ്ട്.